ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭ്യമാകാൻ ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. എയോ ബിയോ എന്ന ചോയ്സ് നൽകിയിരിക്കുന്നവയിൽ അറിയുന്ന ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബുൽ ജുമുഅ കമാഫിൽ മിസാൽ, മാതൃകയിലുള്ളതുപോലെ ഇവയുടെ ജംഉകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? അല ത്വാവിലെത്തി കിതാബുൻ, മേശമേൽ പുസ്തകമുണ്ട്. അടിവരയിട്ടിരിക്കുന്ന പദം ഏതാണ്? കിതാബുനാണ് അല്ലേ? അതിന്റെ ജം ആണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ കാണിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ, എന്താണ്? അല ത്വാവിലെത്തി കുത്തുബുൻ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? അലൽ ഗർസി സഹറുൻ, ചെടിയിൽ പൂവുണ്ട്. അവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? സഹറുൻ എന്നാണ് അല്ലേ? അതിന്റെ ജം ആണ് കൂട്ടുകാർ എഴുതേണ്ടത്. എങ്ങനെയാണ്? അലൽ ഗർസി അസ്ഹാറുൻ. ഇനി എന്താണ് നൽകിയിരിക്കുന്നത്? അല ഷജറത്തി ത്വാഇറുൻ, മരത്തിൽ ഒരു പക്ഷിയുണ്ട്. അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? ത്വാഇറുൻ ആണ് അല്ലേ? അതിന്റെ ജം ആണ് നമ്മൾക്ക് എഴുതേണ്ടത്. എങ്ങനെയാണ്? അല ഷജറത്തി തുയൂറുൻ, മരത്തിൽ പക്ഷികളുണ്ട്. ഇനി എന്താണ്? അമാമൽ മദ്രസത്തി നബാത്തുൻ, സ്കൂളിന്റെ മുൻവശത്ത് ചെടിയുണ്ട്. അടിവരയിട്ടിരിക്കുന്ന വേർഡ് എന്താണ്? നബാത്തുനാണ് അല്ലേ? അതിന്റെ ജം ആണ് നമ്മൾക്ക് എഴുതേണ്ടത്. എങ്ങനെയാണ്? അമാമൽ മദ്രസത്തി നബാത്താത്തുൻ. ഇനി അടുത്തതായി ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഒരു വീടാണ് അല്ലേ? വീടിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബൈത്തുനാണ്. ബൈത്തുൻ എന്നതിന്റെ ജം എന്താണ്? ബുയൂത്തുനാണ് അല്ലേ? ഇനി അടുത്തതായി കോളത്തിൽ ഒരു ചിത്രം കൂട്ടുകാരോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് എന്താണെന്ന് എഴുതിയിട്ട് അതിന്റെ ജം കൂട്ടുകാർ എഴുതണം. നമ്മൾക്കൊരു പൂമ്പാറ്റയുടെ ചിത്രം വരയ്ക്കാം അല്ലേ? എന്താണ് നമ്മൾ പൂമ്പാറ്റയ്ക്ക് പഠിച്ചിരിക്കുന്നത്? ഫറാഷത്തുൻ എന്നാണ് അല്ലേ? അതിന്റെ ജം എന്താണ്? ഫറാഷാത്തുനാണ്. ഇനി ഇതല്ലെങ്കിൽ കൂട്ടുകാർക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? നുൻഷിദുൽ മൻദൂമ വനക്തുബുൽ മുഫ്രദാത്ത്. താഴെ നൽകിയിരിക്കുന്ന കവിത വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് വാക്കുകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന കവിതയൊന്ന് വായിച്ചു നോക്കാം. വാദി ജമീലുൻ ഫീഹി സലാമുൻ, ബൈത്തുൻ സ്വഗീറുൻ ഫീഹി ബനൂനുൻ, ബിഇറുൻ നളീഫുൻ ബിമാഇൻ നഖിയുൻ, ഗർസുൻ ബഹീജുൻ ബിവറഖിൻ കസീരിൻ, സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദീഇൻ, ജദ്വലുൻ യുഗന്നി ബിലഹ്നിൻ ഖഫീഫിൻ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇവിടെ വാക്കുകൾ എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് ജം ആണ് നൽകിയിരിക്കുന്നത്. അതിന്റെ മുഫ്രദുകൾ നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തണം. എന്താണ് ഒന്നാമത്തേത് നൽകിയിരിക്കുന്നത്? ബുയൂത്തുൻ. ബുയൂത്തുൻ എന്നതിന്റെ മുഫ്രദ എന്താണ് കവിതയിൽ നൽകിയിരിക്കുന്നത്? ബൈത്തുനാണ് അല്ലേ? നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ആബാറുൻ, കിണറുകൾ. അതിന്റെ മുഫ്രദ എന്താണ് കവിതയിൽ നൽകിയിരിക്കുന്നത്? ബിഇറുൻ എന്നാണ്. അസ്ഹാറുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? സഹറുൻ എന്നാണ്. ജദാവിലു എന്നതിന്റെ മുഫ്രദ് എന്താണ്? ജദ്വലു ആണ്. അഗറാസുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഗർസുനാണ്. ഔറാഖുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? വറഖുൻ എന്നാണ് അല്ലേ? ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നഖ്താറു മിനൽ മൻദൂമി സത്തുറൻ ഫീഹി കലിമത്തു സലാം. സലാം എന്ന വാക്ക് വരുന്ന കവിതയിലെ വരി എടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ വരി? വാദി ജമീലുൻ ഫീഹി സലാമുൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നഖ്താറു മിനൽ മൻദൂമി സത്തുറൻ ഫീഹി കലിമത്തു ഖഫീഫ്. ഖഫീഫ് എന്ന വാക്ക് വരുന്ന കവിതയിലെ വരി എടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ വരി? ജദ്വലുൻ യുഗന്നി ബിലഹ്നിൻ ഖഫീഫിൻ അല്ലേ? ഇനി ആക്ടിവിറ്റി 2 നോക്കാം. നുകമ്മിലു ഷംസുൽ മുഫ്രദാത്തി വനക്തുബുൽ ജുമൽ. താഴെ നൽകിയിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കിയിട്ട് വാക്യങ്ങൾ നിർമ്മിച്ച് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പദസൂര്യന്റെ സെന്ററിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ഹാഫിള അല നലാഫത്തി, വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ? ഒരു എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? അൽ ബിഅ,
പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ. ഇനി എന്തെല്ലാം നമ്മൾക്ക് എഴുതാം? അൽ ബൈത്ത വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയാം. പിന്നെയോ അൽ ബിർ കിണർ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയാം. പിന്നെയോ അസ്സൊഫ് ക്ലാസ് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയാം. പിന്നെയോ അന്നഹർ പുഴ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയാം. ഇനി ഇതെല്ലാം നമ്മൾക്ക് ഒന്ന് സെന്റൻസ് ആക്കിയിട്ട് എഴുതി നോക്കിയാലോ. ഒരു എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഹാഫിൽ അല നലാഫത്തിൽ ബിഅ. ഇനി ബാക്കിയുള്ളത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഹാഫിൽ അല നലാഫത്തിൽ ബൈത്ത്, ഹാഫിൽ അല നലാഫത്തിൽ ബിർ, ഹാഫിൽ അല നലാഫത്തി സൊഫ്, ഹാഫിൽ അല നലാഫത്തി നഹർ. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. നസ്വിലു വനക്തുബും യോജിപ്പിച്ച് വരയ്ക്കാം, എഴുതാം. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഹാദിഹി ഹാദ എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. പിന്നെയോ താഴെ കുറച്ച് ചിത്രങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹാദിഹി എന്നുള്ളതും ഹാദ എന്നുള്ളതും അനുയോജ്യമായ ചിത്രങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം അവിടെ കാണിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടോ? ഹാദ എന്നത് എന്തിലേക്കാണ് യോജിപ്പിച്ചിരിക്കുന്നത്? പൂന്തോട്ടത്തിലേക്കാണ് അല്ലേ. പൂന്തോട്ടത്തിന് അറബിയിൽ പറയുന്ന വാക്ക് എന്താണ്? ബുസ്താനുൻ അല്ലേ. ഹാദ ബുസ്താനുൻ. ഇനി മറ്റുള്ളവയെല്ലാം ഒന്ന് നമ്മൾക്ക് യോജിപ്പിച്ച് നോക്കാം അല്ലേ. ഹാദ എങ്ങോട്ടെല്ലാം വരും? മുയലിന് എന്താണ് പറയുന്നത്? അർണബുൻ എന്നാണ് അല്ലേ. മുയല് പുല്ലിംഗമായതുകൊണ്ട് നമ്മൾ ഹാദ അർണബുൻ എന്നാണ് പറയുന്നത്. ഇനിയോ അടുത്ത ചിത്രം എന്തിന്റെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു മരത്തിന്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. മരത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത്? ഷജറത്തുൻ എന്നാണ് അല്ലേ. ഷജറത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ എന്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത്? ഹാദിഹി ഷജറത്തുൻ എന്നാണ്. ഇനി അടുത്ത ചിത്രം എന്തിന്റെയാണ് കൂട്ടുകാർ കാണുന്നത്? കിണറിന്റെ ചിത്രമാണ് അല്ലേ. കിണറിന് എന്താണ് അറബിയിൽ പറയുന്ന വാക്ക്? ബിഇറുൻ എന്നാണ് അല്ലേ. ബിഇറുൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് നമ്മൾ എന്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത്? ഹാദാ ബിഇറുൻ എന്നാണ് യോജിപ്പിക്കേണ്ടത്. ഇനി അടുത്ത ചിത്രം എന്തിന്റെയാണ് കൂട്ടുകാർ കാണുന്നത്? ഒരു സ്കൂളാണ് അല്ലേ. സ്കൂളിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത്? മദ്രസത്തുൻ എന്നാണ് അല്ലേ. മദ്രസത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ എന്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത്? ഹാദിഹിയിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ഹാദിഹി മദ്രസത്തുൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ യോജിപ്പിച്ചതെല്ലാം ഒന്ന് എഴുതി നോക്കാം അല്ലേ. ഒന്നാമത്തെ സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? ഹാദ ബുസ്താനുൻ ജമീലുൻ. ഇത് ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? ഡാഷ് മദ്രസത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള സ്കൂളാണ് അല്ലേ. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ. അവിടെ മദ്രസ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ ഹാദിഹിയാണ് ചേർക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സെന്റൻസ് എന്താണ്? ഡാഷ് ഡാഷ് നലീഫുൻ വൃത്തിയുള്ളതാണ് അല്ലേ. നലീഫുൻ എന്നത് ഇവിടെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? പുല്ലിംഗമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ പുല്ലിംഗം വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ഉപയോഗിക്കേണ്ടത്? ഹാദ ആണ് അല്ലേ. മുകളിലുള്ള ചിത്രത്തിൽ വൃത്തിയുള്ളത് എന്താണ്? കിണറാണ് അല്ലേ. കിണറിന് എന്തായിരുന്നു നമ്മൾ അറബിയിൽ പറയുന്നത്? ബിഇറുൻ എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദ ബിഇറുൻ നലീഫുൻ. ഇനി ഫോർത്ത് വൺ എന്താണ് നൽകിയിരിക്കുന്നത്? ഹാദിഹി എന്ന് മാത്രമാണ് നൽകിയിരിക്കുന്നത് അല്ലേ. മുകളിൽ ഇനി ബാക്കിയുള്ളത് ഏതെല്ലാം ചിത്രങ്ങളാണ്? മരവും മുയലുമാണ് അല്ലേ. മരത്തിന് എന്താണ് പറയുന്നത്? ഷജറത്തുൻ എന്നാണ്. മുയലിന് എന്താണ് പറയുന്നത്? അർണബുൻ എന്നാണ്. ഇവിടെ ഹാദിഹി എന്ന് കൊടുത്തത് കൊണ്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സ്ത്രീലിംഗമാണ് കൊടുക്കേണ്ടത് അല്ലേ. ഷജറത്തുൻ എന്നതാണോ അർണബുൻ എന്നതാണോ സ്ത്രീലിംഗം? ഷജറത്തുൻ എന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹാദിഹി ഷജറത്തുൻ എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി നമ്മൾക്ക് വലിയ മരം എന്ന് കൊടുക്കാമല്ലോ. എങ്ങനെയാണ് വലിയ എന്നതിന്റെ അറബി വരുന്നത്? കബീറത്തുൻ ആണ് അല്ലേ. ഷജറത്തുൻ എന്ന് വന്നതുകൊണ്ട് നമ്മൾ കബീറത്തുൻ എന്ന് എഴുതണം. അപ്പോൾ ആ സെന്റൻസ് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്? ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഇനി അഞ്ചാമത്തേത് എന്താണ് നമ്മൾ എഴുതേണ്ടത്? ബാക്കിയുള്ളത് അർണബാണ് അല്ലേ. അർണബിന്റെ മുൻപിൽ ഏതാണ് നമ്മൾ എഴുതേണ്ടത്? ഹാദ അർണബുൻ. പിന്നെയോ ഒരു വെളുത്ത നിറത്തിലുള്ള മുയലാണ് അല്ലേ. വെളുത്ത എന്നതിന് എന്താണ് അറബിയിൽ പറയുന്നത്? അബിയലുൻ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ആ സെന്റൻസ് എങ്ങനെ എഴുതാം? ഹാദ അർണബുൻ അബിയലുൻ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. നഖറഉൽ ഫിഖറത വനുകമ്മിലുൽ ഹിവാർ.
താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കാം. അസമ അസ്ദിഖാഉ മജ്മുഅത്തിൻ വാട്സാപ്പ് അല തൻലീഫി ബിഇരിൽ മദ്രസ. സ്കൂളിലെ കിണർ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ എല്ലാവരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഖറജ ഫാസിൽ ഇലൽ മദ്രസ. അങ്ങനെ ഫാസിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഫലഖിയ സ്വദീഖഹു ബാബു ഫി ത്വരീഖി. അങ്ങനെ വഴിയിൽ വെച്ച ഫാസുല് അവന്റെ കൂട്ടുകാരനായ ബാബുവിനെ കണ്ടുമുട്ടി. ഫജറ ബൈനഹുമാ ഹെവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാബു ആദ്യം തന്നെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക? അസ്സലാമു അലൈക്കും, അല്ലെങ്കിലോ മസാ ഉൽ ഖൈർ എന്നോ കൂട്ടുകാർക്ക് എഴുതാം. പിന്നെ ഫാസിൽ എന്തായിരിക്കും അതിന് മറുപടി പറയുക? വഅലൈക്കും അസ്സലാം, അല്ലെങ്കിലോ മസാ ഉൻ നൂർ എന്നും കൂട്ടുകാർക്ക് എഴുതാം. ഇനി ബാബു എന്താണ് ചോദിക്കുന്നത്? ഇല ഐന, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഫാസിൽ എന്താണ് മറുപടി പറയുക? അവൻ എങ്ങോട്ടായിരുന്നു പോയിരുന്നത്? സ്കൂളിലേക്കാണ്, അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഇലൽ മദ്രസ. അപ്പോൾ ബാബു എന്താണ് പിന്നീട് ചോദിക്കുന്നത്? ലിമ, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? അപ്പോൾ ഫാസുൽ എന്താണ് മറുപടി പറയുന്നത്? ലി തൻലീഫി ഡാഷ്, വൃത്തിയാക്കാൻ വേണ്ടി. എന്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫാസുൽ സ്കൂളിലേക്ക് പോയിരുന്നത്? കിണറ വൃത്തിയാക്കാൻ വേണ്ടിയായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്? ലി തൻലീഫിൽ ബിഅർ. അപ്പോൾ ബാബു പിന്നീട് എന്താണ് പറയുന്നത്? ഹാദാ അമലുൻ മിസാലിയുൻ, അതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. പിന്നീട് ഫാസുൽ എന്തായിരിക്കും മറുപടി പറയുക? ശുക്രൻ, താങ്ക് യു. ബാബു അഫുവൻ, വെൽക്കം. ഇനി ആക്ടിവിറ്റി 5ലെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. നഖറഉൽ ഫിഖറത വനുമയ്യിസ് മിൻഹൽ ഫവാകിഹ വൽ ഖളറവാത്. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് പഴങ്ങളെയും പച്ചക്കറികളെയും വേർതിരിച്ചിട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇഹ്തഫല ബിൽ യൗമിൽ ആലമി ലിസലാമത്തിൽ അഗ്ദിയതി ഫിൽ മദ്രസ. സ്കൂളിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുകയാണ്. ജാഅത് ദാരിസൂൻ ബിൽ ഖളറവാതി വൽ ഫവാകിഹി. അങ്ങനെ കുട്ടികൾ എല്ലാവരും പഴങ്ങളും പച്ചക്കറികളും എല്ലാമായിട്ട് വന്നു. മിസ്ല ഏതെല്ലാം പച്ചക്കറികളും പഴങ്ങളുമാണ്? ബാമിയ വെണ്ട, വ തൊമാത്തിം തക്കാളി, വ ജുവാഫ പേരക്ക, വ ഖിയാർ കക്കിരി, വ മൗസ് പഴം, വ ജസർ ക്യാരറ്റ്, വ ബുർത്തുഖാല് ഓറഞ്ച്, വ തുഫാഹ് ആപ്പിള്. ഖറലഹ ഫീ ഖാഅത്തിൽ മദ്രസ. അങ്ങനെ സ്കൂളിന്റെ ഹാളിൽ അവയെല്ലാം പ്രദർശിപ്പിച്ചു. ഷാറക്കൽ ജമീഉ ഫിൽ ഹഫ്ല. പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തു. ഇനി നമ്മൾക്ക് അൽ ഖളറവാത്ത് പച്ചക്കറികളെയും അൽ ഫവാകിഹ് പഴങ്ങളെയും വേർതിരിച്ചിട്ട് എഴുതാം, അല്ലേ? ഒന്നാമത്തെ കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? അൽ ഖളറവാത്ത് പച്ചക്കറികളാണ്, അല്ലേ? പാരഗ്രാഫിൽ നൽകിയിരിക്കുന്ന പച്ചക്കറികളുടെ പേരുകൾ ഏതൊക്കെയാണ്? ബാമിയ വെണ്ട, തൊമാത്തിം തക്കാളി, ഖിയാർ കക്കിരി, ജസർ ക്യാരറ്റ്. ഇനി അടുത്ത കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? അൽ ഫവാകിഹ് പഴങ്ങളുടെ പേരുകളാണ് നമ്മൾക്ക് എഴുതേണ്ടത്, അല്ലേ? പാരഗ്രാഫിൽ ഏതെല്ലാം പഴങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്? ജുവാഫ പേരയ്ക്ക, മൗസ് പഴം, ബുർത്തുഖാല് ഓറഞ്ച്, തുഫാഹ് ആപ്പിള്. ഇനി ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. നുകമ്മിലുൽ ഹെവാർ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ്? ദഖല അമാൻ അസൂഖൽ മർക്കസി. അമാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. ഇഷ്തറ ബഅലൽ അഷ്യാഇ ലിസലത്തുൽ ഫവാകിഹി വൽ ഖളറവാത്. അവന് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴങ്ങളും കുറച്ച് പച്ചക്കറികളുമെല്ലാം വാങ്ങി. ജറ ബൈനഹു വ ബൈനൽ ബാഇഇ ഹിവാർ. അങ്ങനെ അമാന്റെയും പച്ചക്കറി കടക്കാരനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമാൻ എന്താണ് പറയുന്നത്? മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. അപ്പോൾ അൽ ബാഇഅ എന്തായിരിക്കും അതിന് മറുപടി പറയുക? മസാ ഉൻ നൂർ, ഗുഡ് ഈവനിങ് എന്ന് പറയും, അല്ലേ? മാതാ തുരീദു, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അപ്പോൾ അമാൻ എന്താണ് പറയുന്നത്? ഉരീദു തൊമാത്തിം, എനിക്ക് തക്കാളി വേണം. പിന്നെയോ വ ഡാഷ് വ ഡാഷ്. അവന് പച്ചക്കറികളാണ് ആദ്യം ചോദിച്ചത്, അല്ലേ? എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേര്? വ ബാമിയ വെണ്ട, വ ഖിയാർ കക്കിരി.
ഇനി അൽ ബായ എന്താണ് കച്ചവടക്കാരൻ ചോദിക്കുന്നത്? തുരീദുൽ ഫവാക്കിഹ, നിങ്ങൾക്ക് പഴങ്ങൾ ആവശ്യമുണ്ടോ? അപ്പോൾ അമാൻ എന്താണ് പറയുന്നത്? തബഅൻ, അതെ. അൽ മൗസ, പഴം. വ ഡാഷ്, വ ഡാഷ്. എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാവുന്ന പഴങ്ങളുടെ പേരുകൾ? വൽ ജുവാഫ, പേരയ്ക്ക. വ തുഫാഹ, ആപ്പിള്, അല്ലേ? പിന്നീട് അൽ ബായ എന്താണ് കച്ചവടക്കാരൻ പറയുന്നത്? തഫല്ലൽ, ഇതാ പിടിച്ചോളൂ. അപ്പോൾ അവസാനം അമാൻ എന്തായിരിക്കും പറയുക? ശുക്രൻ, താങ്ക് യു എന്ന് പറയും. അൽ ബായ, കച്ചവടക്കാരൻ മറുപടി ആയിട്ട് എന്താ പറയുക? അഫ്വൻ, വെൽക്കം എന്ന് പറയും, അല്ലേ? എല്ലാ കൂട്ടുകാർക്കും all the best for your exam. Thanks for watching. If you like this video, please do subscribe, like, comment and share.